ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി 25 അല്ലി വെളുത്തുള്ളി, 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, ചെറിയുള്ളി 5 എണ്ണം, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 പച്ചമുളക്, ഇതെല്ലാം പാടെ അരച്ചിട്ട് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ കുക്കറിലേക്ക് 1.5 കിലോ ബീഫാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ 1.5 കിലോ ബീഫിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണയും പാടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം പാടെ മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുന്ന ടൈമിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള മസാലാസൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ചട്ടിയിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 3 സവാള നീളത്തിൽ കട്ട് ചെയ്തതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ ഓൾറെഡി ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതവിടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് രണ്ട് തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, പച്ചമുളകൊക്കെ, അത് ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം നമുക്ക് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഇട്ട് വെള്ളം നമുക്ക് പാടില്ല, നമുക്ക് തിക്ക് ഗ്രേവിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ട് തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി ഒരു പിടി മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 തണ്ട് കറിവേപ്പിലയും പാടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും പാടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഒരു 3 മിനിറ്റോളം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 3 മിനിറ്റിന് ശേഷം എല്ലാം തിളച്ച് നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. എന്നിട്ടൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്